എൻ്റെ പേര് മോനപ്പൻ എന്നാണ്. മോനപ്പനാശാനെന്ന് വള്ളംകളിക്കാരൊക്കെ വിളിക്കും. ഞാൻ വള്ളംകളി രംഗത്ത് വന്നെന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ഒരു വള്ളംകളിയായിരുന്നു. എൻ്റെ വീട് തങ്ങനകാണന്തര വട്ടപ്പറമ്പാണ്. അത് എൻ്റെ ചിറ്റപ്പൻ്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്തെ പെങ്ങളുടെ വീടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. അപ്പോൾ നമ്മളൊരു കരയിലോട്ട് വരണമെങ്കിൽ തന്നെ നമുക്കൊരു വള്ളത്തിലേ വരാൻ ഒക്കുള്ളൂ. അതൊരു 4-5 വയസ്സുള്ളപ്പോൾ തന്നെ നമുക്ക് സ്കൂളിൽ പോകാനാണെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വള്ളത്തെ വരണം കരയിലോട്ട് വരാനായിട്ട്. അപ്പം ജീവിതം തന്നെ ഒരു വള്ളത്തിലാണ് ഉൾപ്പെടുന്നത്. ഒരു 12-13 വയസ്സ് തൊട്ട് ഞാൻ കൊച്ചു വള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴയുമ്പം തന്നെ അയൽവക്കത്ത് പിന്നെ ഉള്ള കൂട്ടുകാരുമൊക്കെ വരുമ്പോൾ അവരുമായിട്ട് തന്നെ ഒരു മത്സരിച്ചാണ് നമ്മൾ ഇക്കലോട്ട് വള്ളം തുഴഞ്ഞ് വരുന്നത്. അങ്ങനെയാണ് വള്ളംകളി രംഗത്ത് വരുന്നത്. ഇപ്പോൾ എനിക്ക് 64 വയസ്സുണ്ട്. ഒരു 45-46 വർഷമായി പിന്നെ മത്സര രംഗത്ത് വള്ളത്തിൽ തന്നെ മത്സരിച്ച് ഉള്ള ആ രീതിയിലേക്ക് വന്നത്. അന്നൊക്കെ മത്സരിക്കുന്നത് പറഞ്ഞാൽ പിന്നെ ഒരു 14-15 പേരൊക്കെ തുഴയുന്ന വള്ളത്തിലാണ് ആദ്യം തന്നെ നമ്മൾ മത്സര രംഗത്തേക്ക് വരുന്നത്. അത് ചുരുളം വള്ളവും കോവള്ളവും ഇരുട്ടുകുത്തി വള്ളവും വെപ്പ് വള്ളത്തിലൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ ചുണ്ടൻ വള്ളത്തിൽ പിന്നെ മത്സര രംഗത്ത് വരുന്ന കുമരകം വേൾഡ് കപ്പ് തൊട്ടാണ് ഞങ്ങളൊക്കെ ആദ്യം പിന്നെ വള്ളംകളി രംഗത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ടൗൺ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ 99-ലാണ് കുമരകം ടൗൺ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലപ്പാടം വള്ളം ആദ്യമായിട്ട് എടുത്ത് കളിച്ച് വന്ന് 99 ഞങ്ങൾ ആലപ്പാടം വള്ളത്തിലാണ് ആദ്യം KTBC എന്ന് പറഞ്ഞിരിക്കുന്നത്. ആശാൻ 1998 ടൗൺ ബോട്ട് ക്ലബ്ബ് രൂപീകൃതമായ കാരണക്കാരനാണ്. ഏറ്റവും മുൻപന്തിയിൽ നിന്നാണ് മോനപ്പനാശാൻ. മോനപ്പനാശൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ വള്ളത്തെ കളിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഒരു 10-12 വർഷമായിട്ട് ഒന്നാമത് കളിക്കുമ്പോഴും ആശാൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കളിച്ചിട്ട്. വള്ളംകളി എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു മനുഷ്യനാണ്. പുള്ളിയെപ്പറ്റി പറയുമ്പോൾ ഒരു വികാരമാണ്. ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ ആരെയും കുറ്റം പറയുന്നതല്ല, പൈസ മേഖലയായിപ്പോയത്. ഇത് പഴയ കളിയല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ കാശ് വേണമായിരുന്നു, ആർക്കും പൈസയുടെ ചിലവില്ലായിരുന്നു, കായലിപ്പണിക്കാരായിരുന്നു. അവർക്ക് ഒരു സമയം പോക്ക് തന്നെ ഒരു വിനോദം മാത്രമായിരുന്നു. ഇപ്പം അതല്ല, ഇപ്പം ഇതൊരു പൈസ ആധിപത്യം വന്ന് എന്നിട്ടും പുള്ളി ആ മേഖലയിലേക്കൊന്നും പോകാതെ ഒരുപാട് ഓഫറുകൾ വന്നിട്ട് പോലും പുള്ളി അതിനൊന്നും പോകാതെ ഈ വള്ളംകളി ഒരു ജീവനായിട്ട്, പ്രത്യേകിച്ച് ഒരു ചുണ്ടൻ വള്ളം കടവിൽ വന്ന KTBC കടവിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി ആശാൻ വീട്ടിൽ പോലും പോകാറില്ല. ഈ 64 വയസ്സോളം ആയിട്ടുള്ള മനുഷ്യൻ ഇപ്പോഴും ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫിക്ക് പോലും തലേദിവസം പോലും ഉറക്കം നിന്ന് ആണ് വള്ളം കളിക്കാൻ വന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് ഇപ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നത് അദ്ദേഹത്തിന് കൂടെ കളിക്കാൻ ഭാഗ്യം കിട്ടിയതിന്. മോനപ്പനാശാൻ എന്ന് പറയുന്നത് തന്നെ ജലോത്സവ ലോകത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിത്വം തന്നെയാണ്. ഇപ്പം KTBCയിൽ നിന്ന് കളിപ്പിക്കുന്ന പോലും മറ്റ് ക്ലബ്ബുകൾക്ക് പോലും പുള്ളിയോടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത് വളരെ വലിയൊരു അംഗീകാരം തന്നെയാണ് പുള്ളിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ എനിക്ക് മോനപ്പനാശാനിൽ നിന്ന് കൂടുതൽ ഉള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ 2015-16 ആശാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വെള്ളിക്കപ്പ് എടുക്കുന്ന സമയത്ത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചാലും നിൽക്കുന്ന ക്ലബ്ബിൽ ഉറച്ചു നിൽക്കുകയും കുമരകം വിട്ട് ഒരു ക്ലബ്ബിലും ഇതുവരെ ആശാൻ പോയി കളിച്ചിട്ടില്ല. കുമരകത്ത് 99 ശേഷം KTBC എന്നൊക്കെ കപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നെല്ലാം ക്ലബിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച് ക്ലബിൻ്റെ പടനായകനായത് മോനപ്പനാശനാണ്. അന്ന് ഞാനൊരു തോച്ചിക്കാരായിരുന്നു. ഞാനന്ന് തുഴയുന്നെങ്കിലും താളം ഇട്ട് തുഴയുമായിരുന്നു. ചിലപ്പം അന്നൊക്കെ ഞങ്ങൾക്കൊരു മുതിർന്ന ആൾ വന്ന് താളം ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ ചില ദിവസങ്ങളിലൊക്കെ വരുള്ളൂ. പണിയൊക്കെ കഴിഞ്ഞ് വരും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ തന്നെ കൂലിയോ കാര്യങ്ങളൊന്നും അന്നില്ലാത്തൊരു സമയമാണ്. അന്നൊരു ആവേശമാണ് വള്ളംകളി. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അന്ന് കൂലി നോക്കിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നേരത്തെ കാപ്പി അല്ലെങ്കിൽ ഒരു ചായ വല്ലതും മേടിച്ചു വരുന്നത് വള്ളത്തിൻ്റെ ഉടയക്കാർ. അന്നൊക്കെ നമ്മൾ ഒരു നേരം ആഹാരം കഴിക്കുന്ന പോലെ തന്നെയാണ് വള്ളം കളി. വള്ളം കളിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നില്ല.
ആഹാരം കഴിച്ചാൽ നമുക്ക് വിശക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ അന്ന് വള്ളം കളിച്ചില്ല, ഉറക്കം വരത്തില്ല ഒരു രാത്രി. അങ്ങനെയായിരുന്നു അന്നൊക്കെ ജീവിതം. അപ്പം ഞങ്ങളൊരു മത്സരരംഗത്ത് ഒരു ദിവസം താഴത്തങ്ങാടി വന്നപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ആശാൻ, എൻ്റെ ഒരു ചിറ്റപ്പനോടെയാണ്, അക്കസ്വാമി എന്ന് പറയും, അങ്ങേര് വേലങ്ങാടൻ വള്ളത്തെ താള ഇട്ടേച്ചും വേണമായിരുന്നു ഞങ്ങളുടെ ഈ ഏലച്ചിറ വള്ളത്തെ ചുരുളം വള്ളത്തെ വന്ന് താളയിടാൻ. അപ്പോൾ അന്ന് വേലങ്ങാടൻ വള്ളം ഫിനിഷ് ചെയ്ത് മുങ്ങിപ്പോയി. അന്ന് താഴത്തങ്ങാടിയിൽ നിന്ന് ഫിനീഷും പോകാനും ഷാറ്റും പോകാൻ നടന്ന് വരിക എന്ന് പറഞ്ഞാൽ അന്ന് ഈ സ്പീഡ് ബോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ വന്നപ്പോൾ അങ്ങേര് വന്നില്ല, ഞങ്ങളുടെ വള്ളം വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നീ തുഴയണ്ട, നീ താള ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നോട് നീ നടക്കുന്ന താള ഇട്ടോളാൻ പറഞ്ഞു. അന്ന് ഈ ഏലച്ചിറ വള്ളത്തിൽ ഞാൻ താളയിട്ട് വള്ളം ജയിക്കാന്ന് പറഞ്ഞാൽ വള്ളം ഒരു അത്ഭുത ജയം ജയിച്ചു. 5-6 വള്ളപ്പാട് ജയിച്ചു. പിന്നെ ഇവരാരും എന്നെ കൊണ്ട് തുഴയിപ്പിച്ചിട്ടില്ല. താള ഇട്ടാമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ താള ഇടുക. ഞാൻ കരഞ്ഞൊരു ദിവസമുണ്ട് 2010. അത് മറക്കാനൊക്കത്തില്ല. ഞങ്ങളൊരു 12 ലക്ഷം രൂപ കൊണ്ട് ആണ് നെഹ്റു ട്രോഫി കളിച്ചത്. അന്ന് 4 കോടി രൂപ മുടക്കി ജിജേക്കപ്പ് എന്ന് പറഞ്ഞ അങ്ങേര് ആ വള്ളംകളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് എനിക്ക് മോനപ്പനാശാനെ ഒന്ന് പരിചയപ്പെട്ടെന്ന് പറയും. അങ്ങനെ പരിചയപ്പെട്ട് എവിടെയാണ് വരണ്ടേ, അങ്ങോട്ട് ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അങ്ങേര് വള്ളത്തുരുത്തിൽ താമസിക്കുന്നത്. അങ്ങനെ വിളിച്ച് പറഞ്ഞ് എനിക്ക് മോനപ്പൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടണം. എന്നാലും പറഞ്ഞ് അങ്ങനെ മോനപ്പനായിട്ട് ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞു. അങ്ങേര് എന്നെ അനിലിനെ അങ്ങനെ ഞങ്ങൾ 3-4 പേരുമായിട്ട്. അപ്പോൾ അങ്ങേരെ അടുത്ത് നിന്ന് അങ്ങേര് പറഞ്ഞ് എൻ്റെ ചേട്ടാ എനിക്ക് 90 ദിവസത്തെ പ്രാക്ടീസാണ്, എനിക്ക് 4 കോടി രൂപ മുടക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഈ 4 കോടി രൂപ ചേട്ടൻ എൻ്റെ 12 ദിവസത്തെ ട്രയൽ കൊണ്ട് അടിച്ച് തൂരെ കളഞ്ഞതിൽ എനിക്ക് ചേട്ടൻ എനിക്ക് ക്ഷയിക്കാനായിരുന്നു, എനിക്കൊരു അഭിമാനമായിട്ടാണ് കണക്കൂട്ടെന്നും പറഞ്ഞ് അന്ന്. പക്ഷെ അന്ന് അങ്ങേരുടെ ഒരു നല്ല മനസ്സായിരുന്നു, നല്ല മനസ്സാണ്. അങ്ങേര് പറഞ്ഞ എതിരാളിയെപ്പോലും അംഗീകരിക്കുന്നൊരു അന്ന് അങ്ങനെ ഒരു ആത്മാർത്ഥതയായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ കുമരകം മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. പിറ്റേ ആഴ്ച കോട്ടയത്ത് താഴത്തങ്ങാടി കളിയായിരുന്നു. ആ വള്ളത്തിൽ തന്നെ അവർ വന്ന് ഞങ്ങൾ ഒരു തുഴപ്പാട് ഞങ്ങൾ പരാജയപ്പെട്ട്. വെള്ളത്തിലെ കളിയല്ലേ, അത് ചിലപ്പം കൂടാം കുറയാം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പം ഒരു ഡ്രാഗിൻ്റെ വ്യത്യാസം ഉണ്ടാകാം, ഒഴുക്കിൻ്റെ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ KTBCക്കാർ എന്നെ ഒന്ന് സംശയിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ വള്ളം കളിക്കാനില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ കളിക്കാനില്ലെന്ന് പറഞ്ഞിരുന്നൊരു അവസരത്തിലാണ് വേമ്പനാട് ഈ ജീസാർ തന്നെ എന്നെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ അവർ കളിക്കാണ്, പൈസ ഞാനാണ് മുടക്കുന്നത്, അതുകൊണ്ട് ചേട്ടനൊന്ന് ഞാൻ സാറില്ല വള്ളംകളി രംഗത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ചേട്ടനൊന്ന് എന്നെ പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ 2015 പറഞ്ഞു കൊടുക്കാൻ ചെല്ലുമ്പോൾ വള്ളംകളിയല്ലേ, അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വർത്തമാനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വന്നപ്പം പിന്നെ കയറേണ്ട വന്നു. അങ്ങനെ കയറി അന്ന് ജബർദാഗിരി ജയിച്ചു 2015. 16 കാരിച്ചാലും ജയിച്ചു. അങ്ങനെയാണ് എൻ്റെ വള്ളംകളി. ഞാൻ ഏറ്റവും കൂടുതൽ വള്ളംകളിയിൽ ആകർഷിച്ചത്, വള്ളംകളി രംഗത്ത് വരുമ്പം ആർക്കും ജാതിയില്ല, മതമില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വള്ളംകളിയാണ്. വള്ളംകളിയിൽ വള്ളത്തിലില്ലെങ്കിലും ഞാൻ KTBCയുടെ കൂടുതൽ ശബ്ദവും വിളിച്ചുമായിട്ട് കൂടുതൽ മരിക്കുന്നതിനും വരെ കാണും.